ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി പി രാജീവ്. നിയമസഭ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടും ചാൻസലർ പദവിയിൽ കടിച്ചു തൂങ്ങി കിടക്കരുത്. സർക്കാർ സ്പോൺസേഡ് സുരക്ഷയിൽ സഞ്ചരിച്ച് ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് ശരിയാണോ എന്ന് ഗവർണർ ആലോചിക്കണം. സംസ്ഥാനത്തിനെതിരെ ഗവർണർ പ്രതിപക്ഷ മുന്നണി പ്രവർത്തിക്കുന്നുവെന്നും മന്ത്രി പി രാജീവ് ആരോപിക്കുന്നു. അല്ല, ഗവർണർക്കെതിരെ കുട്ടികൾ സമരം ചെയ്യുന്നില്ല. ഗവർണർ ഭരണഘടനാ പദവിയാണ്. ചാൻസലർ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നിയമസഭ. ചാൻസലർക്കെതിരെയാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചാൻസലർമാർ ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിയമസഭ ഇദ്ദേഹം ചാൻസലറാകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ കൊടുത്തൊരു അധികാരം ഞങ്ങൾ തന്നെ പിൻവലിച്ചിട്ടും ഗവർണർ എന്ന ഭരണഘടനാ പദവി അനുസരിച്ച് താൻ കൂടി ഒപ്പുവെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ആ പദവിയിൽ അടയിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതെന്തിനാണെന്ന് ഇപ്പോൾ വ്യക്തമായി. അത് ഒരു കാവ്യവൽക്കരണത്തിനാണ്. ഇപ്പോൾ റാങ്ക് ഹോൾഡർമാരെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ബി ഗ്രേഡും സി ഗ്രേഡുമുള്ള റിസൾട്ട് പോലും അറിയാത്ത ABVP-ക്കാരെയും കൊലക്കേസ് പ്രതികളുടെ ബന്ധുക്കളെയും ഒക്കെയാണ് അദ്ദേഹം നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം കേന്ദ്രീകരിച്ച് ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട 500 സർവകലാശാല MG സർവകലാശാല തെരഞ്ഞെടുക്കപ്പെട്ടു. A++ ഗ്രേഡ് കേരളയ്ക്ക് കിട്ടി. അപ്പോൾ അതിനെ ദുർബലപ്പെടുത്താനുള്ള ഉദ്ദേശവും സംഘപരിവാര താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള സിലബസുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവുമാണ് ചാൻസലർ എന്ന പദവിയിൽ കടിച്ചു തൂങ്ങി അദ്ദേഹം നടത്തുന്നത്. അതിനെതിരെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അദ്ദേഹം പോകുന്നത് ഗവൺമെന്റ് സ്പോൺസേഡ് സുരക്ഷയിലാണ്. ഗവൺമെന്റ് സ്പോൺസേഡ് സുരക്ഷ, ഏറ്റവും അത്യാധുനിക കാർ തന്നെ, ബെൻസ് കാർ, എല്ലാ സുരക്ഷയുള്ളത് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ CM സ്പോൺസേഡ്, ഗവൺമെന്റ് സ്പോൺസേഡ് സുരക്ഷയിൽ നിന്നുകൊണ്ടുള്ള വർത്തമാനം മാത്രമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.